നിലമ്പൂരിൽ ഇടതു വലതു മുന്നണികൾ വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ചെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയെയും CPM PDPയെയും കൂട്ടുപിടിച്ചു. ബി.ജെ.പി. മുന്നോട്ട് വച്ചത് വികസനത്തിന്റെ രാഷ്ട്രീയമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മിഷൻ 2025 വികസിത കേരളം യോഗം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഞാൻ ഈ വികസിത കേരളം കൺവെൻഷനിൽ അന്ന് പ്രഡിക്റ്റ് ചെയ്ത കാര്യം ഇന്ന് അത് സത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. എന്താണത്? അവര് വികസനമല്ല വിട്ട് പ്രീരണം, നോണ, ജനങ്ങളെ പേടിപ്പിക്കുക, അത് മൈനോറിറ്റി കമ്മ്യൂണിറ്റി പേടിപ്പിക്കുക, വേറെ എല്ലാ ഇഷ്യൂസും മുമ്പോട്ട് വെച്ച് എങ്ങനെയെങ്കിലും അവർക്ക് ഒരു ഡെസ്പറേറ്റ് ആയിട്ട് ഇലക്ഷൻ ജയിക്കാൻ ഒരു സ്ട്രാറ്റജി അവർ ഉണ്ടാക്കുന്നു. ഞാൻ അന്ന് പറഞ്ഞു, അതാണ് സത്യമായിട്ട് നിലമ്പൂർ കണ്ടത്. അപ്പൊ LDF UDF എന്താ ചെയ്തത്? അവര് ചെയ്ത ഒരു പൊളിറ്റിക്കൽ പവർ പോളിറ്റിക്സിന്റെ പ്ലേ കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പം ടൈപ്പ് ചെയ്തിട്ട് അവരുടെ ഒരു അലയൻസിൽ മത്സരിക്കുക, ലെഫ്റ്റ് PDPന്റെ ഒപ്പം. എന്നിട്ട് ജയം UDFന്റെ കാൻഡിഡേറ്റ് ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു. പക്ഷെ അത് ആര്യാടൻ ഷൗക്കത്താണോ ജയിച്ചത്? ഈ റിസൾട്ടിന്റെ ഒരു അനാലിസിസ് നോക്കിയാൽ ആരെങ്കിലും ഒരു ഡിസ്പാഷൻ BJP-കാരാവണമെന്ന് ആവശ്യമില്ല, ഒരു മീഡിയക്കാരനാണോ ഒരു അനലിസ്റ്റ് ആണെങ്കിൽ ഈ ഇലക്ഷന്റെ റിസൾട്ട് നോക്കിയാൽ എന്താണ് നമ്മളുടെ അതിന്റെ ഒരു അസസ്മെന്റ്? ഇവിടെ LDFന്റെ വോട്ട് സ്പ്ലിറ്റായി, BJP NDAന്റെ വോട്ട് കുറച്ച് ഇൻക്രീസ് ആയി, വർദ്ധിച്ചു. കോൺഗ്രസ് UDFന്റെ വോട്ട് കമ്മിയായി. ആരാ ജയിച്ചത്? കോൺഗ്രസ് അല്ല, ജമാഅത്തെ ഇസ്ലാമി ജയിച്ചു. സാനു കെ സജീവ് ഒപ്പം ചേരുന്നു. സാനു, നിലമ്പൂരിൽ ഇടതു വലതു മുന്നണികളുടെ അവിശുദ്ധ കൂട്ടുകെട്ട് തുറന്നു കാട്ടുന്നു രാജീവ് ചന്ദ്രശേഖർ. തീർച്ചയായിട്ടും ഇടത് വലത് മുന്നണികളുടെ ഒരു ജാതി പറഞ്ഞുള്ള അല്ലെങ്കിൽ മതം പറഞ്ഞുള്ള വോട്ട് നേടലിനെ കുറിച്ച് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയത്. അതായത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം സാധാരണ നിലയിൽ UDFനാണ് അനുകൂലമാകുന്നത്. എന്നാൽ നിലമ്പൂരിൽ അങ്ങനെയല്ലായിരുന്നു. NDAക്കാണ് ആ ഒരു മുന്നേറ്റം അവിടെ ഉണ്ടാക്കാൻ സാധിച്ചത്. ആ ഒരു ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു ഗുണം NDAക്ക് അവിടെ വോട്ടിംഗിൽ ലഭിച്ചു, NDAയുടെ വോട്ട് വർദ്ധിച്ചു എന്ന് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ നിലമ്പൂരിൽ NDA വികസനം പറഞ്ഞ് വോട്ട് ചോദിച്ചപ്പോൾ മറ്റ് രണ്ട് മുന്നണികളും വർഗീയത പറഞ്ഞാണ് വോട്ട് വാങ്ങിച്ചതെന്നും അതേപോലെ തന്നെ സാധാരണ വോട്ടർമാരെ പേടിപ്പിച്ച് വോട്ട് മെട്ടിയിലാക്കാൻ വേണ്ടി ശ്രമമാണ് നിലമ്പൂരിൽ നടത്തിയതെന്നും ആ തന്ത്രം തന്നെയാണ് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDF പയറ്റുകയെന്നും സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ കേന്ദ്ര പദ്ധതികൾ പേര് മാറ്റുന്ന തരംതാണ രാഷ്ട്രീയമാണ് കേരളത്തിൽ കഴിഞ്ഞ ഇടതുപക്ഷത്തിന്റെ ഭരണത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം കണ്ടുവരുന്നത്. അതേ പ്രവർത്തനം തന്നെയാണ് നിലമ്പൂരിലും ഉണ്ടായത്. അതായത് പേര് മാറ്റി തനിക്കാക്കുന്ന ഒരു തരംതാണ രാഷ്ട്രീയമാണ് ഇടതുപക്ഷം അല്ലെങ്കിൽ പിണറായി സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കുന്നതെന്നും സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു. അതായത് മിഷൻ 2025 എന്ന പേരിട്ടിരിക്കുന്ന സംസ്ഥാനതല യോഗമാണ് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിലമ്പൂരിൽ ഇടതു വലത് മുന്നണികൾ വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയതെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജീവ്.